നമസ്കാരം ചങ്ങായിമാരെ, ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ സ്വന്തം നാട്ടിൽ, അതായത് മയിലാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു സ്മാരകം, അതായത് ധീര ജവാന്മാർക്ക് വേണ്ടി നിർമ്മിച്ച വാർ മെമ്മോറിയൽ എന്ന് പറയുന്ന സമുച്ചയമുള്ളതായി നിങ്ങൾക്കറിയോ? മയിൽ സ്കൂളിനോട് ചേർന്നും, അതായത് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തുമായിട്ടാണ് ഈ ഒരു സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം, അതായത് 2023 നമ്മുടെ നാടിന് വേണ്ടി ഇത് സമർപ്പിച്ചത്. ഏപ്രിൽ 2-ാം തീയതി കണ്ണൂർ മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ലോകേന്ദ്രൻ സിംഗ് ആയിരുന്നു ഇതിന്റെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ മയിലാണ് ഇതിന്റെ പിന്നില്. ധീര ജവാന്മാരുടെ സ്മരണക്കായിട്ടുള്ള ഈ ഒരു സ്മാരകത്തിന്റെ സ്ഥലം മയിൽ പഞ്ചായത്താണ് നൽകിയത്. 1947 മുതൽ 1999 വരെ പരമവീര ചക്രം കിട്ടിയവരുടെ ചിത്രങ്ങൾ ഇവിടെ കറുത്ത ഗ്രാനൈറ്റിൽ എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ട് കാണാം. ഇന്ന് ഓഗസ്റ്റ് 15, നമ്മുടെ നാടിന്റെ 78ാമത്തെ സ്വാതന്ത്ര്യദിനം. ആ ഒരു ആഘോഷം ഇന്നിവിടെ മയിൽ വാർ മെമ്മോറിയൽ വെച്ച് നടന്നു. കണ്ണൂർ DSC റിക്കാർഡ് കമാൻഡിംഗ് ഓഫീസർ കേണൽ രാജേന്ദ്ര ബോറട്ട് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. അതേ സെന്ററിലെ സൈനികരുടെ സാന്നിധ്യം പരിപാടിക്ക് മുതൽക്കൂട്ടായി. ദേശീയ ഗാനാലാപനത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. പൂർണ്ണ സൈനിക ബഹുമതികളോടുകൂടി ആദ്യ പുഷ്പചക്രം സമർപ്പിച്ചു. മോഹനൻ കാരക്കിയിലാണ് പതാക വന്ദനം നടത്തി. മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അജിത, അതോടൊപ്പം മറ്റൊരുപാട് വിശിഷ്ട വ്യക്തികളും. നമ്മുടെ നാട്ടിൽ, അതായത് കണ്ണൂർ ജില്ലയിലെ മയിൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഇങ്ങനെയുള്ള ഒരു സമുച്ചയം, വാർ മെമ്മോറിയൽ, ഇത് നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. ധീര ജവാന്മാർക്ക് മുന്നിൽ നിൽക്കുന്ന ഈ ഒരു വിശിഷ്ടാതിഥികൾ, ഇക്കൂട്ടത്തിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകർ, അതിൽ രാധാകൃഷ്ണൻ മാണിക്കോത്ത് മാഷും കൂടി ഉൾപ്പെടുന്നു. ഞാൻ ഈ വാർ മെമ്മോറിയലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു എനർജിയായിരുന്നു നമ്മുടെ ശരീരത്തിൽ. ഒരു വല്ലാത്തൊരു അഭിമാനം, എന്താണെന്ന് അറിയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു അനുഭൂതി അനുഭവപ്പെട്ടു. ഈ ഒരു വാർ മെമ്മോറിയലിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത്, നിങ്ങൾ ധൈര്യമായി ഉറങ്ങിക്കോളൂ, ജാഗ്രതയോടെ ഞങ്ങൾ കാവലുണ്ട്. ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു ധൈര്യവും ആ ഒരു സന്തോഷവും ഒരു അഭിമാനവും അതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായ ദുരന്ത സമയത്ത് ഈ ഒരു സൈനികരുടെ ആ ഒരു കരുതലും സമർപ്പണവും ഒക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. വർഷത്തിൽ ഇവിടെ 3 ഫംഗ്ഷനാണ് ഉണ്ടാകുക. ഒന്ന് ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യദിനം, രണ്ടാമത്തേത് ജനുവരി 26 റിപ്പബ്ലിക് ഡേ, മൂന്നാമത്തേത് ജൂലൈ 26 നടക്കുന്ന കാർഗിൽ വിജയദിനം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ണൂർ ജില്ലയിലെ മയിൽ ഭാഗത്തോട്ടൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു വാർ മെമ്മോറിയലിലോട്ട് നിങ്ങൾ കയറണം. ആ ഗേറ്റൊക്കെ തുറന്ന് ഉള്ളിലോട്ട് കയറി ഒരു പുഷ്പാർച്ചനയൊക്കെ നടത്തി അവിടെയുള്ള ധീര ജവാന്മാരുടെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ ഒരു അഭിമാന മുഹൂർത്തം തന്നെയാണ്. ജയ് ഹിന്ദ്.